ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ ഒരു രാജാവ് നടന്നു പോവുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് സവാരി ചെയ്യുമ്പോൾ എന്നും ശ്രദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് പാഡി ഫീൽഡിൽ ജോലി ചെയ്യുന്ന കർഷക ദമ്പതികൾ. രണ്ടുപേരും വളരെ ഹാപ്പിയാണ്. രാജാവ് തൻ്റെ ഭടനോട് ചോദിച്ചു, എന്തേ അവരെല്ലാ ദിവസവും ഇത്ര മനോഹരമായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു? ഈ ലോകത്ത് മുഴുവൻ എൻ്റെ കാൽക്കീഴിലാണ്, ഈ ലോകത്തെ മണ്ണ് മുഴുവൻ എൻ്റെ കാലിനടിയിലാണ്, എന്നിട്ടും എനിക്കില്ലാത്ത സന്തോഷം എന്തുകൊണ്ടാണ് ഈ കർഷക ദമ്പതികൾക്ക്? ഉടനെ തൻ്റെ ഭടൻ, കൂടെ ഉണ്ടായിരുന്ന ഭടൻ രാജാവിനോട് മറുപടി പറഞ്ഞു, ദേ ആർ നോട്ട് ജോയിൻഡ് ഇൻ 99 ക്ലബ്. They are not joined in 99 club. And my question is, are you a member of 99 club? എന്താ 99 club? അറിയോ 99 club എന്താണെന്നറിയോ? രാജാവിനോട് ഈ ഭടൻ പറഞ്ഞു, രാജാവേ, 99 ക്ലബ് എന്തെന്ന് അറിയണമെങ്കിൽ എനിക്കൊരു ചെറിയൊരു സഞ്ചിയിലെ 99 ഗോൾഡ് കോയിൻ തരണമെന്ന്. രാജാവ് പറഞ്ഞു, ആയിക്കോട്ടെ. ആ ഗോൾഡ് കോയിനുമായിട്ട് ഈ ഭടൻ കർഷകൻ്റെ വീട്ടിൽ പോയി. രാവിലെ കർഷകൻ്റെ വീട്ടുമുറ്റത്ത് തുറന്നു വെച്ച ആ സഞ്ചിയിൽ 99 ഗോൾഡ് കോയിൻ ഇവിടെ വെച്ചു വന്നു. ഒരു 5:30 മണിക്ക് കർഷകൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് കണ്ട് ഞെട്ടിപ്പോയി. അദ്ദേഹം ഉടനെ ആ സഞ്ചി എടുത്ത് തൻ്റെ റൂമിൽ ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതിങ്ങനെ ചെരിഞ്ഞു ഓരോ ഗോൾഡ് കോയിൻ എണ്ണാൻ തുടങ്ങി. 99 എണ്ണം. ഒന്നെവിടെ പോയി? വീണ്ടും എണ്ണി 99, വീണ്ടും എണ്ണി 99, രക്ഷയില്ല. വേഗം വാതിൽ തുറന്ന് അകത്തേക്ക് പോയി ഭാര്യയോട് ചോദിച്ച്, സാധാരണ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ടല്ലോ, ഇന്ന് എന്തെങ്ങനെ കിടന്നുറങ്ങുന്നു? നല്ല ക്ഷീണുണ്ട്, അതുകൊണ്ട്. അല്ല, നീ 4:30 എഴുന്നേറ്റിട്ടുണ്ട്, എവിടെ പോയി? എന്ത്? ഒരു ഗോൾഡ് കോയിൻ എവിടെ പോയി? മനുഷ്യൻ, ഞാൻ എഴുന്നേറ്റിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ അതറിയാ? അവിടെ കച്ചറയായി, പ്രശ്നമായി. നഷ്ടപ്പെട്ടു പോയ ഒരു ഗോൾഡ് കോയിൻ അന്വേഷിച്ച് നടക്കുകയാണ് ആ കർഷകൻ. പിന്നീട് രാജാവ് പോകുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്ന കർഷകരെ രാജാവ് കണ്ടിട്ടില്ല. സംതിങ് ഈസ് മിസ്സിങ്. ദേ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, വാട്ട് അബൌട്ട് യു? ഇവിടെ ബിസിനസ്സുകാരുണ്ട്, രക്ഷിതാക്കളുണ്ട്. ഈ ഒരു കർഷകന് ഒരു ഗോൾഡ് കോയിൻ മിസ് ചെയ്തതുപോലെ ഫീൽ ചെയ്യുന്നത് പോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും സംതിങ് മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ. ബിസിനസ്സുകാരുടെ മിസ്സിങ് എന്തെന്നറിയോ? നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളൊക്കെ ഉള്ള ബിസിനസ്സുകാരൻ ഒരു ദിവസം യാത്ര ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്ന് മോനെ വിളിച്ചിട്ട് പറയാം, മോനെ, നന്നായി ഇംഗ്ലീഷ് പഠിച്ചോ. കാരണം ഉപ്പക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു മിസ്സിങ്, ഏത്? ബിസിനസ്സൊക്കെ ഓക്കെ, എല്ലാം റെഡി, പക്ഷെ ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് എന്തോ സംതിങ് മിസ്സിങ്. അങ്ങനെ ചിന്തിക്കുന്ന ബിസിനസ്സുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആൻഡ് ദെൻ പാരൻസ് ആലോചിച്ച് നോക്ക്. ഇതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണില്ല. അപ്പോൾ എല്ലാ സൗകര്യങ്ങളുണ്ട്, പക്ഷേ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. എന്താ? സംതിങ് ഈസ് മിസ്സിങ്. ഭർത്താവിൻ്റെ ടീമൊക്കെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, അവരൊക്കെ നല്ല ടീമാണ്, അവരുടെ കൂടെയുള്ള ആളുകൾ നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല, ക്വാളിഫിക്കേഷൻ ഇല്ല, എന്തോ ഒരു സംതിങ് മിസ്സിങ് അവർക്കും ഫീൽ ചെയ്യുക. കുട്ടികൾ നോക്കിയ കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ നോക്കിയ എല്ലാ ഇൻ്റർവ്യൂവിലും അവൻ പാസ്സാവുന്നുണ്ട്, എല്ലാത്തിലും അവൻ ടാലൻറ്റഡ് ആണ്, പക്ഷെ എനിക്കെന്തോ ഡിഗ്രി ഉണ്ട്, മാർക്കുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ സംതിങ് ഈസ് മിസ്സിങ്. ഇങ്ങനെ നമ്മളെല്ലാവരുടെയും മനസ്സിലും ചിന്തയിലും ഒരു സംതിങ് ഈസ് മിസ്സിങ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ആ മിസ്സിങ് കാലാകാലം നമ്മൾ കൊണ്ടുപോകേണ്ടതില്ല. കാലാകാലം ആ മിസ്സിങ് കൊണ്ടുപോകേണ്ടതില്ല. അതിനെ മാറ്റാൻ നമുക്ക് അവസരങ്ങളുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ്, നമുക്ക് 32 പല്ലുകളുണ്ട്. 32 പല്ലുകൾ, ചിലതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഈ 32 പല്ലിൽ ഒരു പല്ലിന് വേദന വന്നാൽ നമ്മുടെ നാവ് ആ ഒരു പല്ലിൻ്റെ ചുറ്റിലുണ്ടാകാം. ബാക്കി 31 പല്ലിനെയും ശ്രദ്ധിക്കില്ല. ബാക്കി 31 പല്ലിന് നല്ല ഹെൽത്ത് ഉണ്ട്, ആരോഗ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നാവ് എവിടെ ഉണ്ടാകുക? ആ ഒരു പല്ലിനടുത്താണ് ഉണ്ടാകുക. അങ്ങനെ നമ്മൾ വേദനിച്ച് ആകെ പ്രശ്നമായി മുഖത്ത് തടിച്ചു വന്ന് ഡോക്ടറെ അടുത്ത് പോയി കുറേ നേരം കാത്തിരുന്ന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ കുറിപ്പ് എഴുതി കൊടുത്തു, ഇന്ന് പറിക്കാനോ അടക്കാനോ പറ്റില്ല, പകരം ഇതാ പെയിൻ കില്ലർ ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ട്, 4 ദിവസം കൊണ്ട് ഉണങ്ങി റെഡിയായിട്ട് തിരിച്ചു പോവാ. അന്ന് റെസ്റ്റ് എടുത്ത് ഗുളിക ഓടിച്ച് റെഡിയായി. 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഇത് മറന്നുപോയി. 1 മാസം പിന്നെ ഏതിലാ? പിന്നെ നമ്മളിങ്ങനെ നടക്കുക. പിന്നെ ഈ പല്ല് നമ്മുടെ ഓർമ്മയിലില്ല, പക്ഷെ പ്രോബ്ലം അവിടെ ഉണ്ട്. ഇതുപോലെയാ നമ്മളൊരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ എൻ്റെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം. ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ഓർക്കും, ബിസിനസ് ആണെങ്കിൽ എൻ്റെ പ്രസൻറ്റേഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ മുമ്പിലുള്ള എൻ്റെ തൊഴിലാളികളോട് എനിക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ, എനിക്ക് നന്നായിട്ട് എൻ്റെ ഐഡിയ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആലോചിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകും.
അവസാനം നമ്മുടെ പല്ല് കൊഴിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളും കൊഴിഞ്ഞില്ലാതാവുകയാണ്.